അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പൂരായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആനയും പടയൊക്കെ കൂടിയിട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മൾ കണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം വന്നിട്ട് കുഞ്ഞോനെ കൊണ്ടുപോകാമെന്ന് കുഞ്ഞോനോട് പറഞ്ഞു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാത്രി ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉണ്ണീനെ കൊണ്ട് പൂരത്തിനങ്ങ് പോയിട്ടാ. പൂരത്തിന് വലിയ തിക്കും തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരു ചെറിയ പൂരമായിരുന്നു. അപ്പോൾ ഒരു ആനയ്ക്കുള്ള ഒരു പൂരമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ മക്കളൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള പൂരങ്ങൾക്കൊക്കെ പോകാനും, പൂരങ്ങളല്ല പെരുന്നാളുകളാണെങ്കിലും പോകാനും, പിന്നെ ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ പോകാനായിട്ട് നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അതും അവർക്കും നല്ല സന്തോഷമാണ്. പിന്നെ നമ്മുടെ ഭാര്യമാരാണെങ്കിൽ അവരും എന്താ പറയണേ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലേ പുറത്തേക്കൊന്ന് ഇറങ്ങാം. അപ്പോൾ അതിൻ്റെ സന്തോഷം സൗമ്യക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരെ കൂടിയിട്ടാണ് പോയത്. ചെറിയ ഉണ്ണീനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആളെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പോയത്. പിന്നെ ഇവിടെ രാവിലെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ജോലിക്ക് പോയതുകൊണ്ട് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ അമ്പലത്തിലൊക്കെ സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക, അതൊരു ഭയങ്കര വികാരമാണ്. എനിക്കൊക്കെ സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അത് പ്രത്യേകിച്ച് ഈ അമ്പലത്തിൽ നിന്നുള്ള സദ്യ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അത് ഇപ്പോൾ പൂരം കഴിഞ്ഞിട്ട് ചെറിയൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു ചാനലാണ്. ഇപ്പോൾ ഒരു 2 വർഷത്തിന് മേലെ നമുക്ക് എന്താ പറയണത്, ഇതിൽ നിന്നും ഒരു വരുമാനം കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും തുടർന്നുണ്ടാവണം കേട്ടോ. പൂരവും വെടിക്കെട്ടൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ കുഞ്ഞോനുള്ള കളിപ്പാട്ടം വാങ്ങിക്കാനായിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുഞ്ഞോനെ ആകെ കൺഫ്യൂഷനായി, ഏതെടുക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലായിടത്തും അവൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവസാനം ഒരു കാറും ഒരു ബസ്സും വാങ്ങിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. സോറി, കാറല്ല, ജീപ്പ്. അത് വാങ്ങിച്ചിട്ടാണ് ആശാൻ അവിടെ നിന്ന് പോയത്. എല്ലാ പൂരത്തിനും പെരുന്നാളിന് പോയാൽ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ തന്നെയാണ് പരിപാടി. പുള്ളിക്ക് കയ്യിൽ കിട്ടിയത് അവിടെ തന്നെ വെച്ച് കളിക്കാൻ കഴിഞ്ഞിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഉടനെ അവൻ്റെ കളിപ്പാട്ടം എടുത്തിട്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ.